മധ്യപ്രദേശ് നഴ്സിംഗ് കൗൺസിലിൽ എങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കും, എങ്ങനെ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ഈ നഴ്സുമാർക്ക്. അതെ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ആണ് നമ്മുടെ ഇന്ന് ട്രൂ ഇൻ്റർനാഷണലിൻ്റെ ചാനലിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം പറയാം. ഓക്കെ. അപ്പോൾ മധ്യപ്രദേശ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് ഒരു വെരിഫിക്കേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമുക്ക് വേണ്ടത് മധ്യപ്രദേശിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എക്സ്പയർഡ് ആയിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്ത ശേഷമുള്ള റിന്യൂവൽ ഡോക്യുമെൻറ്റും കൂടെ അറ്റാച്ച് ചെയ്യണം. പിന്നെ 10th കോപ്പി, 10th നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ കോപ്പി, അതുപോലെ തന്നെ 12th കോപ്പി വേണം. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കോൺവക്കേഷൻ അതിൻ്റെ കോപ്പി, എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ് വേണം. ദെൻ യുവർ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, പാസ്പോർട്ട് കോപ്പി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ വേണ്ടത് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി വേണം. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID, എപ്പോഴും മെയിൽസൊക്കെ വരുന്ന മെയിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഒരു അവൈലബിൾ ആയിട്ടുള്ളൊരു കോൺടാക്ട് നമ്പർ, പിന്നെ അഡ്രസ്സ് യൂഷ്വലി നമുക്ക് പാസ്പോർട്ടിലുള്ള അഡ്രസ്സും വെക്കാം, അല്ലെങ്കിൽ നോർമൽ അല്ലാതെ നിങ്ങൾ തരുന്ന അഡ്രസ്സും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഏത് ഫോറിൻ കൗൺസിലിലേക്കാണ് നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോറിൻ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്, ആ കൗൺസിലിൻ്റെ അഡ്രസ്സും കൂടെ വേണം. പിന്നെ ഈ വെരിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഗുഡ് സ്റ്റാൻഡിങ് കിട്ടാത്ത സാഹചര്യത്തിലാണ് വെരിഫിക്കേഷൻ പോവുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ മഹാരാഷ്ട്ര എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കർണാടക എക്സ്പീരിയൻസും മധ്യപ്രദേശ് രജിസ്ട്രേഷനും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് വെരിഫിക്കേഷൻ വരിക. അതായത് നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ വി ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് എന്നുള്ള കേസിലാണ് അങ്ങനെ വെരിഫിക്കേഷൻ വരുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡോ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്. അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് എത്ര ടൈം എടുക്കും എന്നുള്ളൊരു മധ്യപ്രദേശ് യൂഷ്വലി നമുക്കൊരു 2 months ഒക്കെയാണ് ഇപ്പം ടൈം എടുക്കുന്നത്. മധ്യപ്രദേശ് എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇറ്റ്സ് വെരി ഡ്യൂറേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 60 വർക്കിംഗ് ഡേയ്സിൽ കൂടുതൽ, ഒരു 70 വരെ പോകുന്ന കേസസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്താലും ഓൺ ടൈമിൽ മേ ബി അതിൻ്റെ പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവില്ല, പിന്നെ കുറച്ച് ഡിലേ ഒക്കെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം നീഡ് ടു അപ്ലൈ ഫോർ ദാറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡ്യൂറേഷൻ എത്രയാണ് വരിക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി, ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ കോപ്പി കിട്ടും. ഒരു കോപ്പി നമ്മൾ ഏത് അതോറിറ്റിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ അതോറിറ്റിക്ക് ഒരു കോപ്പി പോകും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പ്രൊസീജിയർ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്ട്ലി കോൾ ഓർ മെസ്സേജ്. ഓക്കെ, സബ്സ്ക്രൈബ് ദ ചാനൽ ആൾസോ. യാ, ബൈ. ഓക്കെ, ബൈ.